എല്ലാവർക്കും നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ സൂരജ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ബേസിക്കലി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്താണ്, അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെ വിധത്തിലുണ്ട്, വാട്ടർ ഹീറ്റേഴ്സ് അല്ലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്ലംബേഴ്സിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വാട്ടർ ഹീറ്റേഴ്സ്, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ സപ്ലൈ സിസ്റ്റം എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹീറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് ഒന്ന് യൂണിറ്റ് ഓഫ് ഹീറ്റ്, അതോടൊപ്പം തന്നെ ഹീറ്റ് കപ്പാസിറ്റി, വാട്ടർ ഇക്വലന്റ് എന്താണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്, കലോറിഫിക് വാല്യൂ, ടൈപ്സ് ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് സ്കെയിൽ അല്ലെ ടെമ്പറേച്ചറും അതിന്റെ സ്കെയിൽസും, അതോടൊപ്പം തന്നെ ലാസ്റ്റ് വൺ ഈസ് മിക്സിംഗ് ഓഫ് ലിക്വിഡ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെ, താപം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് എനർജി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഫ്രം എ ഹോട്ട് ടു എ കൂളർ ഒബ്ജക്ട്. നമുക്കറിയാം ഹീറ്റിന്റെ ട്രാൻസ്ഫർ അല്ലെ, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ചൂടായിട്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും തണുത്ത വസ്തുവിലേക്കായിരിക്കും എന്ത് നടക്കുന്നുണ്ടാവുക? നമുക്കറിയാം ഈ പറയുന്ന ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിഫറൻഷിയേഷൻ ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് കംസ് ഫ്രം ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ. അപ്പൊ ഇത്തരത്തിൽ നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു അത് ഹോട്ട് ആണോ കോൾഡ് ആണോ എന്ന് അറിയുന്നത് അല്ലെ. ഹോട്ട് ആണോ കോൾഡ് ആണോ എന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നുണ്ടാവുക. അതിന്റെ ടെമ്പറേച്ചർ വെച്ചിട്ടായിരിക്കും അല്ലെ. ടെമ്പറേച്ചർ കൂടിയ ഒബ്ജക്റ്റിന് എന്തായിരിക്കും? അത് ഹോട്ട് ആയിരിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞത് എന്തായിരിക്കും? അത് കോൾഡ് ആയിരിക്കും അല്ലെ. അപ്പം ബേസിക്കലി ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജിയാണ്. ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹോട്ട് ഒബ്ജക്റ്റിൽ നിന്നും കോൾഡ് ഒബ്ജക്റ്റിലേക്കായിരിക്കും അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഈ പറയുന്ന ഹോട്ട് ഒബ്ജക്റ്റ് ആണോ കോൾഡ് ഒബ്ജക്റ്റ് ആണോ എന്നുള്ള ഡിഫറൻസ് നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്? ആ ഡിഫറൻസ് കിട്ടുന്നത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് or coldness of the body of a body is called temperature. അപ്പോൾ ടെമ്പറേച്ചറിന്റെ ആ ഒരു ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ടത്. ദാറ്റ് ഈസ് എന്താണ്? ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ടെമ്പറേച്ചർ. ഇത് എന്താണ്? PQ ആണ് അല്ലെ. ഇത് PQ ആണ്. അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത് ഫോം ഓഫ് എനർജി എന്നുള്ളതും എന്ത് തന്നെയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ടെമ്പറേച്ചർ ഡിറ്റർമൈൻസ് എന്താണ്? The temperature determines the direction of heat flow between two objects placed in a thermal contact. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ഹീറ്റ് ഫ്ലോയിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും നിന്നായിരിക്കും? ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ആ ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് ഓഫ് ഹീറ്റ് ആണ്. എന്താണ് യൂണിറ്റ് ഓഫ് ഹീറ്റ്? ബേസിക്കലി ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി അല്ലെ. ഒരു എനർജിയുടെ ഒരു ഫോം ആണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. എനർജിയുടെ ഒരു ഫോം ആണ് എന്നുള്ളത് പഠിച്ചിരുന്നു. അപ്പൊ എനർജിയുടെ ഒരു ഫോം ആണ് എന്ത്? ഹീറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹീറ്റിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്? ദാറ്റ് ഈസ് ജൂൾസ് എന്ന് പറയുന്നത്. സോ ജൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം എനർജിയുടെ അല്ലെങ്കിൽ ഹീറ്റിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്? ദാറ്റ് ഈസ് SI സിസ്റ്റത്തിലുള്ള, അതാണ് SI സിസ്റ്റത്തിലുള്ള ഹീറ്റിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ജൂൾ എന്ന് പറയുന്നത് ഹീറ്റിന്റെ ഒരു യൂണിറ്റ് ആണ്. SI സിസ്റ്റത്തിൽ നമ്മൾ ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കാലറീസ് എന്ന് പറഞ്ഞാൽ? കാലറീസ് എന്ന് പറയുന്നത് അതും എന്ത് തന്നെയാണ്? ഹീറ്റിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ്. കാലറീസ് എന്ന് പറയുന്നതും ഹീറ്റിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ്. പക്ഷെ അത് എവിടെയാണ്? CGS സിസ്റ്റത്തിലാണ്. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റത്തിലാണ്. CGS സിസ്റ്റത്തിലാണ് എന്ത്? കാലറീസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ബേസിക്കലി എന്താണ് ഒരു കാലറി എന്ന് പറഞ്ഞാൽ? ഒരു കലറി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree Celsius ഈസ് നോൺ ആസ് 1 calorie എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബേസിക്കലി പറയുന്നത്? അതായത് നമ്മുടെ കയ്യിൽ 1 gram അല്ലെ, 1 gram വെള്ളമുണ്ട്. ആ 1 gram വെള്ളത്തെ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം നമ്മൾ ചൂട് കൊടുക്കണം അല്ലെ, എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 calorie എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് 1 calorie എന്ന് പറയുന്നത്. സോ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree Celsius. അതായത് 1 gram വെള്ളത്തെ 1 degree Celsius ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് കൊടുക്കണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 calorie എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മറ്റൊരു യൂണിറ്റ് ആണ് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. മറ്റൊരു യൂണിറ്റ് ആണ് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്, CHU എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? CHU എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ CHU എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് ആണ്, ഒരു ഹീറ്റിന്റെ യൂണിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
സോ എന്താണ് CHU എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 pound ആണ്. 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. അതായത് നേരത്തെ 1 gram വെള്ളത്തെ 1 degree Celsiusലേക്ക് ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണോ, എത്രത്തോളം താപം വേണോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 calorie എന്ന് പറയുന്നത്. എന്നാൽ CHU എന്ന് പറയുമ്പോൾ എന്താണ്? 1 pound വാട്ടറിനെ, അല്ലെ, പൗണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു വെയിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്, അല്ലെ, ഗ്രാം പോലെ തന്നെ ഒരു വെയിറ്റിന്റെ യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. സോ 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Celsius. 1 pound വെള്ളത്തെ 1 degree Celsius ഉയർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് വേണോ അതിനെയാണ് ഡിഗ്രിയുടെ ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്ന ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, BTU എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU. സോ BTU എന്ന് പറഞ്ഞാൽ എന്താ? BTU എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Fahrenheit ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 1 degree Fahrenheit. അപ്പം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree Fahrenheit. അപ്പൊ 1 pound ഓഫ് വാട്ടറിനെ 1 degree Fahrenheit ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹീറ്റ് യൂണിറ്റ്. അപ്പം ഹീറ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്ത്? ദാറ്റ് ഈസ് ഹീറ്റ് യൂണിറ്റ്. ഓക്കെ, ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എവിടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? BTU ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മെയിനായിട്ട് ഇത്തരത്തിൽ നാല് ഹീറ്റിന്റെ യൂണിറ്റുകളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് ജൂൾസ്, അല്ലെ, ജൂൾസ് എന്ന് പറയുന്ന SI സിസ്റ്റത്തിലാണ് ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ CGS സിസ്റ്റത്തിൽ ഹീറ്റിന്റെ യൂണിറ്റ് കാലറീസ് ആണ്. കാലറീസ് എന്ന് പറയുന്നത് 1 degree, അതായത് 1 gram ഓഫ് വാട്ടർ, 1 gram വെള്ളത്തെ 1 degree Celsiusലേക്ക് ഉയർത്താൻ വേണ്ടി എത്രത്തോളം നമുക്ക് ഹീറ്റ് വേണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 calories എന്ന് പറയുന്നത്. അപ്പൊ CHU എന്ന് പറഞ്ഞാൽ എന്താ? സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. അതായത് 1 pound ഓഫ് വാട്ടറിനെ 1 degree Celsiusലേക്ക് ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണം അതിനെയാണ് നമ്മൾ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് CHU എന്ന് പറയുന്നത്, അല്ലെ, CHU എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് 1 pound ഓഫ് വാട്ടറിനെ 1 degree Fahrenheit, അല്ലെ, ഫാരൻഹീറ്റിലേക്കാണ് ഉയർത്തേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം 1 degree Celsius ആണെന്നുണ്ടെങ്കിൽ 1 pound 1 degree Celsius ആണെന്നുണ്ടെങ്കിൽ CHU, 1 pound 1 degree Fahrenheit ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് BTU ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. മറന്നുപോലെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PQ ആണ് എന്നുള്ള ഓർത്തിരിക്കുക. എന്താണ് 1 കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. 1 കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. 1 കാലറി എന്ന് പറയുന്നത് എന്താണ്? 4.186 ജൂൾ ആണ്. അപ്പോൾ ഒരു ജൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ജൂൾ എന്ന് പറയുന്നത് 0.2 അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 0.239 കാലറിയാണ്. 0.239 കാലറിയാണ്, അല്ലെങ്കിൽ 0.000239 കിലോ കാലറി എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ജൂൾ എന്ന് പറഞ്ഞ എന്താണ്? 0.00947817 BTU ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതാണ്. ദാറ്റ് ഈസ് 1 കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണെന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു യൂണിറ്റ് ആണ് 1 BTU കൺവേർഷൻ ആണ്. ദാറ്റ് ഈസ് 1 BTU എന്ന് പറഞ്ഞാൽ എന്താണ്? 1055, അല്ലെ, ദാറ്റ് ഈസ് 1055.06 ജൂൾ ആണ്. 1055.06 ജൂൾ ആണ് എന്ത്? 1 BTU എന്ന് പറയുന്നത്. 1 BTU എന്ന് പറയുന്നത് 1055 ആണ്. എന്നാൽ 1 കാലറി എന്ന് പറയുന്നത് വെറും 4.186 ജൂൾ ആണ്. അപ്പം BTU എന്ന് പറയുന്നത് എന്താണ്? 1055.06 ജൂൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം 252 കാലറീസ്. അപ്പൊ 252 കാലറീസ്, അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കുക. എന്താണ്? ദാറ്റ് ഈസ് 1 BTU എന്ന് പറയുന്നത് 1055.06 ജൂൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 252 കാലറീസ് ആണ്. ഓക്കെ ആണ്. 1 CHU എന്ന് പറയുന്നത്, അല്ല, CHU എന്ന് പറയുന്നത് എന്താ? സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്, അല്ലെ. CHU എന്ന് പറയുന്നത് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് ആണ്. CHU എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് 1.8 BTU ആണ്. 1 CHU എന്ന് പറയുന്നത് 1.8 BTU ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 1899 ജൂൾസ്, 1899 ജൂൾസ്, അല്ലെന്നുണ്ടെങ്കിൽ
453.6 കാലറീസ്. അപ്പൊ 453.6 കാലറീസ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് യൂണിറ്റ് കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എന്താണ്? 1 കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾ ആണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇനിയിപ്പോ നമുക്ക് ചോദിക്കാം, ഇനി അതിന് ചോദിക്കണമെന്നില്ല, ചോദിക്കാം 1 BTU is equal to how many calories? അപ്പൊ 1 BTU എന്ന് പറയുന്നത് എത്ര കലറീസ് ആണ്? 252 കലറീസ് ആണ്. 1 CHU എന്ന് പറയുന്നത് എത്ര ജൂൾ ആണ്? 1899 അല്ലെ 1899. ഒരു ഫാൻസി നമ്പർ 1899 ജൂൾസ് എന്ന് ഓർത്തിരിക്കാം. 1 CHU എന്ന് പറയുന്നത് 1899 ജൂൾ ആണ്. 1 CHU എന്ന് പറയുന്നത് 1.8 BTU ആണ്. 1 CHU എന്ന് പറയുന്നത് 1.8 BTU ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? എല്ലാവരും ഒന്ന് പഠിക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് മറ്റൊരു ടൈമാണ് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? അപ്പം ബേസിക്കലി ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി, എന്താ പറയാ, ഹീറ്റ് കപ്പാസിറ്റി എന്നല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്. ഹീറ്റ് കപ്പാസിറ്റി തന്നെയാണ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി എന്താണ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ബൈ 1 യൂണിറ്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ടെമ്പറേച്ചറിനെ നമുക്ക് ഉയർത്തണം. അതായത് ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഉയർത്തണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി വേണം, അതിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഹീറ്റ് കപ്പാസിറ്റി or thermal capacity is defined as the amount of heat energy required to raise the temperature of given quantity of matter by 1 unit. അല്ലെ, ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനകത്ത് എത്രത്തോളം ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടാവും, അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ജൂൾ പെർ കെൽവിൻ ഓർ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്. ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ്, അതായത് എത്രത്തോളം എനർജി ഒരു കെൽവിൻ ഉയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനർജി എന്ന് പറയുമ്പോൾ അത് ജൂൾ ആണല്ലോ അല്ലെ. എനർജി എത്രത്തോളം എനർജി കൊടുക്കുന്നു ഒരു ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എനർജി എന്ന് പറയുന്നത് എന്താ? ജൂള്. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ്. അപ്പം SI യൂണിറ്റിൽ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ബൈ 1 യൂണിറ്റ്. അല്ലെ, ഈ പറയുന്ന ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഉണ്ടാവും, അതിന് 1 ഡിഗ്രി യൂണിറ്റ്, 1 ഡിഗ്രി അല്ലെങ്കിൽ 1 യൂണിറ്റ് അതിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് എനർജി വേണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മാത്തമാറ്റിക്കലി നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി Q അല്ലെ, ഹീറ്റ് കപ്പാസിറ്റി Q എന്ന് പറയുന്നത് എന്താണ്? MC ആണ്. മാത്തമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആണ്. മാത്തമാറ്റിക്കലി എന്താണ്? Q is equal to MC. Q is equal to MC എന്നുള്ളത് നമുക്കറിയാം. അതെ, MC ഡെൽറ്റ ടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ Q is equal to MC. അപ്പൊ Q എന്ന് പറയുന്നത് എന്താണ്? Q is the heat energy required to bring about a temperature change. അതായത് ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വേണം, അതിനാണ് Q എന്ന് പറയുന്നത്. സോ M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിന്റെ മാസിനെയാണ് നമ്മൾ M എന്ന് പറയുന്നത്. Q എന്ന് പറയുന്നത് ഹീറ്റ് എനർജി റിക്വയർഡ്, എത്രത്തോളം ഹീറ്റ് എനർജി വേണം ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് എത്തിക്കാൻ എന്നുള്ളതാണ്. സോ C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറഞ്ഞാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. C എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് എന്നാണ് പറയുക. സോ എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ടാവും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ ഓർത്തിരിക്കുക എന്താണ്? Q എന്ന് പറയുന്നത് MC ആണ് അല്ലെ. ഈ പറഞ്ഞ Q എന്ന് പറയുന്നത് MC ആണ്. അപ്പോ ഈ പറഞ്ഞ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി Q is equal to MC നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ Q എന്ന് പറഞ്ഞ എന്താണ്? ഹീറ്റ് എനർജി റിക്വയർഡ് ടു ബ്രിങ് അബൌട്ട് എ ടെമ്പറേച്ചർ ചേഞ്ച്. ഈ പറഞ്ഞ ടെമ്പറേച്ചർ ചേഞ്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് എനർജി വേണം അല്ലെ, 1 ഡിഗ്രി യൂണിറ്റ് കൂട്ടാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് എനർജി വേണം. അപ്പൊ M എന്ന് പറയുന്നത് എന്താ? അതിന്റെ ആ ഒരു സബ്സ്റ്റൻസിന്റെ മാറ്റർ അല്ലെ, ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ആ ക്വാണ്ടിറ്റിയുടെ എത്രത്തോളം മാസ് ഉണ്ട്, മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, C എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, സോ മാത്തമാറ്റിക്കലി Q അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? MC എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാം. M എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്, C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ട ടേമാണ് വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത്? സോ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പഠിച്ച എന്താണ്? തെർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്കറിയാം യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു.
അപ്പൊ ഇവിടെ ഈ പറയുന്ന തെർമൽ കപ്പാസിറ്റി ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ തെർമൽ കപ്പാസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് വാട്ടർ മാസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ദ തെർമൽ കപ്പാസിറ്റി ഓഫ് എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ മാസ്. ഒരു വാട്ടർ മാസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്, അല്ലെ, വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്തു, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് കൊടുത്തു, അല്ലെ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് കൊടുത്തു. എത്രയാണ്, Q എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു. അപ്പൊ ഈ സബ്സ്റ്റൻസിനകത്ത് ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, Q എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പൊ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം ദ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ്, എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം മാസ് വെള്ളം വേണം എന്നുള്ളത് ഈ പറയുന്ന സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് Q ഞാൻ കൊടുത്തു 1 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ which will absorb the same amount of heat, അല്ലെ, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്ത എമൗണ്ട് ഓഫ് ഹീറ്റ് Q, ഇവിടെയും കൊടുത്തത് എമൗണ്ട് ഓഫ് ഹീറ്റ് Q ആണ്, അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. ആസ് എ ഗിവൺ സബ്സ്റ്റൻസ് ഫോർ സെയിം ടെമ്പറേച്ചർ റൈസ്, അല്ലെ, സെയിം ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു, ഇവിടെയും 1 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നു. പക്ഷെ എന്താണ്, ഇത്രത്തോളം മാസ് ഓഫ് വാട്ടർ നമ്മൾ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഈ പറയുന്ന വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത്. വാട്ടർ ഇക്വലന്റ് ക്ലിയർ ആണല്ലോ, അല്ലെ, വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത്. സോ വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പൊ ഇത് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, Q = MC എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തിന്, ഹീറ്റ് കപ്പാസിറ്റിക്ക്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ. തെർമൽ കപ്പാസിറ്റി ന്യൂമറിക്കലി നമ്മൾ പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് Q = MC ആണ്. അതോടൊപ്പം തന്നെ വാട്ടർ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ന്യൂമറിക്കലി അത് രണ്ടും ഒരേ വാല്യൂ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. സോ വാട്ടർ ഇക്വലന്റ് ബേസിക്കലി എന്താണ്, മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് M × C തന്നെയാണ്. തെർമൽ കപ്പാസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വാട്ടർ ഇക്വലന്റ് ആർ ന്യൂമറിക്കലി ഈക്വൽ. ഈ പറയുന്ന തെർമൽ കപ്പാസിറ്റി ഓഫ് ദ ബോഡിയും അതോടൊപ്പം തന്നെ വാട്ടർ ഇക്വലന്റും ന്യൂമറിക്കലി എന്താണ്, ഈക്വൽ ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. തെർമൽ കപ്പാസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് വാട്ടർ ഇക്വലന്റ്, ആ ഒരു ബോഡിയുടെ വാട്ടർ ഇക്വലന്റും എന്താണ്, ന്യൂമറിക്കലി ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ തെർമൽ കപ്പാസിറ്റി ഓഫ് എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ മാസിനെയാണ് നമ്മൾ വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ ആണ്, അത് ഓക്കെ ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാസ് ഓഫ് വാട്ടർ, എത്രത്തോളം, ഒരു മാസ് ഉണ്ടാവും, ഒരു മാസ് ഓഫ് വാട്ടർ വിച്ച് വിൽ അബ്സോർബ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് Q, ഇവിടെയും Q ആണ്, ഇവിടെയും Q ആണ്, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് എ ഗിവൺ സബ്സ്റ്റൻസ് ഫോർ എ സെയിം ടെമ്പറേച്ചർ റൈസ്, അല്ലെ, 1 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെയും 1 ഡിഗ്രി സെൽഷ്യസ്. സോ അത്തരത്തിൽ ഉള്ള ആ ഒരു ഇൻ ടേംസ് ഓഫ് വാട്ടർ മാസിൽ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ ഇക്വലന്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത്. സോ വാട്ടർ ഇക്വലന്റ് എങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ പറയുക, ദാറ്റ് ഈസ് M, that is mass of the substance into specific heat of the substance. Thermal capacity of a body and its water equivalent are numerically equal ആണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തായിട്ട് നോക്കേണ്ട ഒരു ടേം ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് 2 സ്ലൈഡുകളിൽ നമ്മൾ C എന്ന് പറയുന്ന ഒരു ടേം കിടക്കുന്നു, അല്ലെ, C എന്ന് പറയുന്ന ടേം. ഫോർ എക്സാമ്പിൾ Q എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് M × C എന്ന് നമ്മൾ എഴുതി, അല്ലെ, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു, അല്ലെ, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് അല്ലെങ്കിൽ ലെറ്റർ ആണ് എന്ത്, C എന്ന് പറയുന്നത്. സോ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. അതായത് ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, ആ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ 1 യൂണിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ ഉയർത്തുന്നതിന് വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണോ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 1 യൂണിറ്റ് മാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 യൂണിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് വേണം അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ്, അല്ലെ, ഒരു യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്തുന്നതിന് വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണോ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സ്പെസിഫിക് ഹീറ്റ് നമുക്ക് 2 തരത്തിൽ പറയാം. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും പറയാം, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയവും പറയാം.
അപ്പോൾ ഈ കോൺസ്റ്റന്റ് പ്രഷറെ നമ്മൾ CP വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എന്താണ് കോൺസ്റ്റന്റ് പ്രഷർ? ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ CP വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? CV വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ CP എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. CV എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ the amount of heat required to raise temperature of unit mass of a substance by unit degree Celsius. ഓക്കെ, ഒരു യൂണിറ്റ് മാസ് സബ്സ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഒരു ഡിഗ്രി അല്ലെങ്കിൽ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി, ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അത് സ്പെസിഫിക് ആകുമ്പോൾ അത് യൂണിറ്റ് മാസിലേക്ക് മാറി അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലെ. ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഓർ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ത് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചത്. അപ്പൊ സ്പെസിഫിക് ആയപ്പോൾ അത് യൂണിറ്റ് ഒരു kg എന്നുള്ള രീതിയിൽ വന്നു അല്ലെ. അത് യൂണിറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. മനസ്സിലാക്കേണ്ട കാര്യം സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 കാലറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലെന്നുണ്ടെങ്കിൽ 4.186 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 1 കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 4.186 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻസിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഓപ്ഷൻസ് 1 വരാനുള്ള കാര്യം അത് കാലറീസ് പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ 4.186 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് 1. ഇൻ ദ കേസ് ഓഫ് യൂണിറ്റ് എന്താണ്? കാലറീസ് പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 4.186 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സം മെറ്റീരിയൽസ്. അപ്പം ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചില മെറ്റീരിയൽക്ക് എത്രയാണ് അതിന്റെ വാല്യൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്താണ്? ദാറ്റ് ഈസ് 1 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. 1 എന്താണ് ശരിക്കും പറഞ്ഞാല്? അത് കാലറി അല്ലെ, കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? 0.22 ആണ്. കോപ്പർ എന്ന് പറയുന്നത് 0.1 ആണ്. അയൺ എന്ന് പറയുന്നത് എന്താണ്? 0.12 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും വാല്യൂസ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് 0.22 ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 0.1 ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് അയൺ എന്ന് പറയുന്നത് 0.12 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണ്. സോ അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ 2 തരത്തിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് CP പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ CBയും പറഞ്ഞിരുന്നു. അപ്പൊ CP എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. CB എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുക, ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, നമ്മളൊരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് എടുത്തു അല്ലെ, കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ചൂടാക്കിയിരിക്കട്ടെ. ചൂടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി അല്ലെ, പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഇതിനെ ചൂടാക്കി. അപ്പൊ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും, വോളിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിന്റെ വോളിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇത്തരത്തില് എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ്, അപ്പം ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ത്രൂ യൂണിറ്റ് ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ യൂണിറ്റ് ഡിഗ്രി എത്തിക്കാൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണം, അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത്തരത്തില് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിനെ യൂണിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണം, ഹീറ്റ് കൊടുക്കുന്ന കണ്ടീഷൻ എങ്ങനെയാണ്? ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CP എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാം CP, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ്
യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ത്രൂ യൂണിറ്റ് ഡിഗ്രി വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഓർത്തിരിക്കുക, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഡിനോട്ട് ചെയ്യാം ദാറ്റ് ഈസ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിനോട്ടഡ് ബൈ CP. ദാറ്റ് ഈസ് അതാണ് എന്താണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ് എന്താണ് ഫോർ എയറിന്റെ CP വാല്യൂ. എയറിന്റെ CP വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് CP വാല്യൂ ഓഫ് എയറിന്റെ CP വാല്യൂ എത്രയാണ് 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് അത് ഹീറ്റ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ വെനെവർ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചറും വോളിയവും ഇൻക്രീസ് ആവും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ എയറിന്റെ CP വാല്യൂ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലെ. സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം അതുകൊണ്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് എന്താണ് CV വെച്ച് റെപ്രസെന്റ് ചെയ്തു അല്ലെ, സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത്. സോ വെനെവർ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെ, നമ്മളൊരു കോൺസ്റ്റന്റ് വോളിയത്തിൽ വോളിയം കോൺസ്റ്റന്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു ഗ്യാസിനെ ഹീറ്റ് ചെയ്യണമെന്ന് എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസസ്. അപ്പം ടെമ്പറേച്ചറും കൂടും, ടെമ്പറേച്ചറും കൂടും, അതുപോലെ തന്നെ പ്രഷറും അല്ലെ, പ്രഷറും എന്ത് ചെയ്യുന്നുണ്ടാവും, കൂടുന്നുണ്ടാവും. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഒരു ഗ്യാസിനെ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും കൂടും എന്നുള്ളത് അറിയാം. അപ്പൊ എന്താണ് CV എന്ന് പറഞ്ഞാൽ, അപ്പം CV എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് ത്രൂ എ യൂണിറ്റ് ഡിഗ്രി വെൻ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെ. ഈ പറഞ്ഞതില് യൂണിറ്റ് മാസ് നമ്മൾ ഗ്യാസ് എടുത്തിട്ട് ഒരു യൂണിറ്റ് ഡിഗ്രി ഹീറ്റ് ചെയ്യുന്നു. എപ്പോഴാണ് കോൺസ്റ്റന്റ് വോളിയത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, CV ആണ് എന്നുള്ളത് പറയാം. സോ എയറിന്റെ കേസിൽ CVയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0.718 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ 1.005 എന്നുള്ള വാല്യൂ നമ്മൾ തൊട്ടു മുന്നേ കണ്ടിരുന്നു. ഇവിടെ എന്താണ് 0.718 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം.